ഞങ്ങൾ മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ഞങ്ങൾ ഹിഡൻ ആയിട്ടുള്ള ജീവിതം ഇങ്ങനെ നയിക്കുമ്പോൾ ഒരു മൊണാസ്റ്റിക് മിനിസ്ട്രി എന്നാണ് ഞങ്ങളെക്കൊണ്ട് ദൈവം ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. വല്ലവർക്കും വല്ല ഉണർവും കിട്ടിയെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഫുൾ ടൈം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കുമൊന്നുമല്ല. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഈ സമാധാനവും സന്തോഷവും സ്നേഹമൊക്കെ നിങ്ങളെല്ലാവരും അനുഭവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ ചെറിയ ഇൻസ്പിറേഷൻസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. പണ്ട് മങ്സ് അല്ലെങ്കിൽ മൊണാസ്റ്റിക്സ് താപസ സന്യാസിമാരൊക്കെ അവർ പുസ്തകം എഴുതുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊണാസ്റ്റിക് മിനിസ്ട്രി ഉണ്ട്. കാരണം ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കമ്മ്യൂണിറ്റേറിയൻ ലൈഫ്. ഇവാഞ്ചലൈസേഷൻ ഈസ് എ ഡ്യൂട്ടി ഓഫ് എവറി ക്രിസ്ത്യൻ. അത് പല തരത്തിലുമുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരല്ല. ഞങ്ങളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ഡീപ്പായി ദൈവം ഞങ്ങളിൽ എന്തൊക്കെ നിറയ്ക്കുന്നോ അത് ഞങ്ങളുടെ സഹോദരന്മാരായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറച്ചെങ്കിലും. ഫുൾ ടൈം ഇതൊരു മിനിസ്ട്രി ആയിട്ട് ഞങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ, മോട്ടിവേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ പാപത്തിനെ വെറുത്തുപേക്ഷിക്കണം. പാപത്തിനോട് അറപ്പും വെറുപ്പും തോന്നണം. അല്ല, ചിലർ പറയുന്നു, ഞാൻ ആരെയും വെറുക്കുന്നില്ല, ഒന്നിനെയും വെറുക്കുന്നില്ല. അതൊന്നും പറ്റില്ല. സാത്താനെയും ദുഷ്ടാരൂപികളെയും പാപത്തെയും തിന്മയും ഒക്കെ വെറുത്ത് ഉപേക്ഷിക്കണം. അല്ലേ? യെസ് ഓർ നോ? സോ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കും. ഇനി ഇത് നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ ഉറക്കെ വോക്കൽ പ്രെയർ, വാചിക പ്രാർത്ഥനയായിട്ട് ചെല്ലണം. പിന്നെയാണ് മെഡിറ്റേഷനും കോണ്ടംപ്ലേഷനും ഒക്കെ. അപ്പോൾ വോക്കൽ പ്രെയറിനെ പറ്റി എന്ത് പറയും? യെസ്, ഐ വാണ്ട് ടു ഷെയർ അബൌട്ട് വോക്കൽ പ്രെയർ. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എന്തിനാ ഇത്രയും ഓർക്കെ പറയുന്നേ, ദൈവത്തിന് കേൾക്കാലോ. അപ്പൊ ഞാൻ എൻ്റെ നോർമൽ വോയിസിൽ പറഞ്ഞുകൊണ്ടിരിക്കാം, അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് വാസ് ഇൻ പ്രേയിങ് ലൈക്ക് ദിസ്, ഐ ആം ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ തോട്ട്സ്. സോ ദെൻ ഇങ്ങനെ പറഞ്ഞ് ദെൻ ചിന്തയിലേക്ക് പോയി വേറെ ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. സോ ദെൻ വെൻ ഐ ത്രൂ മൈ സിസ്റ്റേഴ്സ് ഹിയർ ഹു ഹെൽപ് മീ ടു പ്രേ ലൗഡ്ലി, ഓർക്കെ പറ. അപ്പൊ എനിക്കും ഒരു ഉണർവ്, ഉള്ളിൽ ഇങ്ങനെ ഉണർവ് വന്നിട്ട്, യെസ്, വെൻ ഐ എം സേയിങ് ദിസ്, ഈ പറയുമ്പോൾ ഞാൻ ഈശോയോടാ പറയുന്നത്. ഞാൻ വേറെ ഒരു ആളോടോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളോടോ അല്ല പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഈശോനോടാ പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഒത്തിരി സഹായിച്ചു ടു ബി ഇൻ ദ പ്രസന്റ്. ഞാനിപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഉണ്ട്. പിന്നെ അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ അത് പറയുന്നു. പിന്നെ ഇവിടെ ഈ CCC ഉണ്ട്, നമ്പർ 2701. അവിടെ പറയുന്നുണ്ട്, ലാസ്റ്റ് വേർഡ്സ്, ആസ് ദ ഗോസ്പൽസ് ഷോ, he raised his voice to express his personal prayer. So from exultant blessing of the Father to the agony of Gethsemane. അപ്പോൾ ഈശോയും പേഴ്സണൽ പ്രെയർ, ഇത് പേഴ്സണൽ പ്രെയർ ആ വേർഡ് വന്നപ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ ഇതൊരു വന്നു, ദാറ്റ് even the personal prayer, he was loud, he was not soft. Okay, my God can hear me, no, I can just push, I can say. ദൈവമേ എന്ന് വിളിച്ചതൊക്കെ മെല്ലെയാണോ? ഓർക്കെ പറഞ്ഞു. അപ്പൊ ഈവൻ വെൻ ജീസസ്, ഈശോ തന്നെ അങ്ങനെ പറയുവാണെങ്കിൽ why can't I say it loudly? And അത് വെറുതെ ആയിട്ടല്ല പോകുന്നത്, പക്ഷെ അത് എൻ്റെ ദൈവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ആത്മാർത്ഥത്തിലായിട്ട് അത് പ്രാർത്ഥിക്കുമ്പോഴാണ് കുറച്ചും കൂടെ അത് ഉണർവും വരും. then my whole being, my full faculty is being used to pray loudly. So it's not just my whole being is used. ചിലർ പറയും കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് വെറുതെ ഉറക്ക ഉച്ചത്തിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ 2 ആസ്പെക്റ്റുകളുണ്ട്, 2 തലങ്ങൾ. ഒന്ന്, തുടക്കത്തിൽ ഉറക്കെ പ്രാർത്ഥിച്ച് പിന്നെ സ്വരം കുറച്ച് ഡീപ്പായി പോകണം. ചിലവർ ആദ്യം തൊട്ട് അവസാനം വരെ ഷൗട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക, അതല്ല. ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ ഷൗട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഈ ഡെപ്തിലേക്കും കോണ്ടംപ്ലേഷനിലേക്കും ഒന്നും പോയില്ലെങ്കിലും. അപ്പോൾ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ആയാൽ പോലും അതൊരു ഉച്ചത്തിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് മെല്ലെ അതൊരു ഹാർട്ട് പ്രാർത്ഥനയായിട്ട് വരണം. അല്ലെങ്കിൽ ഹാർട്ട് പ്രാർത്ഥനയിൽ നിന്ന് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഉറക്കായി മാറണം. അതൊരു തലം. രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത് ചിലർ പറയും ഭയങ്കര മിസ്റ്റിക്സാന്ന വിചാരം. ഇങ്ങനെ ഉറക്കൊന്നും പ്രാർത്ഥിക്കില്ല, എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യണേ, ഞാൻ മെല്ലെ പ്രാർത്ഥിക്കുന്നുള്ളൂ.
ആ മെല്ലെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഭയങ്കര ഉറക്കം കോൺടംപ്ലേഷൻ എനിക്ക് പോകുന്നൊരു. അപ്പോൾ നമ്മളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം. ഉറക്ക പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ എപ്പോഴും ഉറക്കുകയല്ല. നമ്മളിപ്പോൾ ജീസസ് പ്രെയർ തുടക്കത്തിൽ ഉറക്ക പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ അതിന് പല ഘട്ടങ്ങളായിട്ട് ഉണ്ട് അല്ലേ. വെരി ലൗഡ്ലി വി പ്രേ, ദെൻ ലൗഡ്ലി, ദെൻ സോഫ്റ്റ്ലി, ദെൻ ഇൻ വിസ്പേഴ്സ്, ഇങ്ങനെ മെല്ലെ പതിഞ്ഞ സ്വരത്തിൽ, പിന്നെ ചുണ്ട് മാത്രം അനക്കിയിട്ട്, പിന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, പിന്നെ വിത്ത് യുവർ ബ്രെത്ത്, ഓരോ ശ്വാസോച്ഛ്വാസത്തിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു, പിന്നെ വിത്ത് യുവർ ഹാർട്ട് ബീറ്റ്, പിന്നെ യുവർ ഹാർട്ട് ഈസ് പ്രേയിങ്, യുവർ ഹാർട്ട് കീപ്സ് പ്രേയിങ് ഓൾ ദ ടൈം. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആയി വരുന്നു. അല്ലാതെ ഉറക്കെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഉറക്കെ പ്രാർത്ഥിക്കണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതേസമയം ചിലർ മെല്ലെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് വേറെ ഏതോ ലോകത്തെത്തിയ ഒരു പ്രതി. ഇപ്പോൾ വോക്കൽ പ്രെയർ ഇസ് ഇമ്പോർട്ടൻറ്റ്, വാചിക പ്രാർത്ഥന ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിക്കണം, പിന്നെ ഹൃദയം കൊണ്ട് കോൺടംപ്ലേറ്റ് ചെയ്യണം. എനിക്ക് CCCയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വോക്കൽ പ്രെയർ, മെഡിറ്റേഷൻ, കോൺടംപ്ലേഷൻ അല്ലേ, വാചിക പ്രാർത്ഥന, ധ്യാന പ്രാർത്ഥന, ധ്യാന യോഗ പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇങ്ങനെ കൂടുതൽ ഡീപ്പായിട്ട് വരാൻ പറ്റും. അപ്പോൾ ഡീപ്പായി ആവാനുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ ഇറ്റ് ഈസ് ഈസി. ഒരു ക്രമം, ഒരു ഡിസിപ്ലിൻ, ഒരു ഓർഡർ. അപ്പോൾ സ്പിരിച്വൽ ലൈഫ് ഈസ് വെരി എൻജോയബിൾ. ഇനി ജീസസ് പ്രെയറിനെ പറ്റിയിട്ട് ബൈബിളിൽ ഏതെങ്കിലും റെഫറൻസ് നമുക്ക് ഉണ്ടോ? ജീസസ് പ്രയറിൻ്റെ ഒരു ഭാഗം സെയിൻറ്റ് ലൂക്ക്, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവാക്യങ്ങളിൽ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന പറയുന്ന ഭാഗത്തിൽ ചുങ്കക്കാരനാകട്ടെ 13-ാമത്തെ തിരുവാക്യം നോക്കിയാൽ, ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. എന്നിട്ട് ആ ചുങ്കക്കാരനെ പറ്റി എന്താ പറയുന്നത് ഈശോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ഫരിസേയൻ ഇങ്ങനെ സെൽഫ് പ്രൈസിങ് ആയിട്ട് ആത്മപ്രശംസ ചെയ്യുന്ന തരത്തിൽ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഈ പാപിയായ എന്നിൽ കനിയണേ എന്നുള്ള പ്രാർത്ഥന ഈശോ തന്നെ പറയാണ്, ഈ ചുങ്കക്കാരൻ മറ്റേ ഫരിസേയനേക്കാളും നീതീകരിക്കപ്പെട്ടവനായിട്ട് മടങ്ങി എന്നാണ്. അപ്പോൾ ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, അത് ഒരു കണക്ഷൻ ഉണ്ട് ജീസസ് പ്രെയറായിട്ട്. വാട്ട് എൽസ്, വിച്ച് ആർ ദ പാസേജ്? പുതിയ നിയമത്തിൽ തന്നെ അന്ധനെ സുഖമാക്കുന്ന, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ അല്ലേ. അന്ധൻ വിളിച്ച് പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയ. അപ്പം എല്ലാവരും മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു. ഈശോ പറഞ്ഞു എനിക്ക് പോകണം. അപ്പം ഈശോ ആ പ്രാർത്ഥന കേട്ടു. സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റി കരുണ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ. കരുണയായിരിക്കണമേ. ദാവീദിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഹൃദയമല്ലേ. അപ്പോൾ ദാവീദ് എന്തുമാത്രം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈബിൾ പാസേജിൻ്റെ ഒരു ബാക്കപ്പ്. അപ്പോൾ ജീസസ് പ്രെയർ, യേശു പ്രാർത്ഥന, അത് ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയ പ്രാർത്ഥനയായി കഴിഞ്ഞാൽ മറ്റു പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കൂടുതൽ പറ്റും. അപ്പോൾ ഒരു മൊണാസ്റ്റിക് ലൈഫൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു യേശു പ്രാർത്ഥന അല്ലെങ്കിൽ ജീസസ് പ്രെയർ പ്രാക്ടീസ് ചെയ്യുന്നൊരു രീതി തുടക്കം മുതലേ ഉണ്ട്. ഈ താപസ സന്യാസത്തിൻ്റെ ഇതൊക്കെ അല്ലേ, ഒരു ജപം ഒക്കെ ഈ കൊന്ത പോലത്തെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ യേശു ക്രിസ്തു കർത്താവേ ഹാവ് മർസി ഓൺ മീ എ സിന്നർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എണ്ണം പിടിക്കുന്നത് നമുക്ക് ഒരു ദിസ് ഈസ് എ സീരിയസ് തിങ് ദാറ്റ് വി ആർ ഡൂയിങ്. അല്ലാണ്ട് എണ്ണത്തിൽ ഇതുണ്ടായിട്ടല്ല, അതേസമയം അത് ജപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്കും ഇത് കൊന്തയില്ലാതെ പ്രാർത്ഥിക്കുന്നതും കൊന്ത ഉണ്ടായി പ്രാർത്ഥിക്കുന്നതും നോക്കിയാൽ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാനും ഞാൻ ചെയ്യുന്ന പണിയിൽ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരായുധം. യെസ്, സോ ടേക്ക് യുവർ ആയുധം. പിന്നെ വേറൊരു കാര്യം, ജീസസ് പ്രെയർ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഇവിടെ വന്ന സമയത്ത്
ഈ ഇത് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഉറക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. യേശു ക്രിസ്തു കർത്താവേ മസിയോൻ മെസ്സിന. പക്ഷെ ഈ യേശു നാമം എടുക്കുന്നതിനനുസരിച്ച് ഉള്ളിലൊരു ഡെലിവറൻസ് നടന്നിട്ട് ഒരു വിടുതൽ കിട്ടിയിട്ട് പാപബോധം വരാനായിട്ട് തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ പാപബോധം ഓട്ടോമാറ്റിക് വന്നിട്ട് അനുതാപത്തിലേക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു വഴി തുറന്നതായിട്ട് എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ദൈവവചനം വായിച്ചപ്പോൾ ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം അത്രയും കൂടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആഫ്റ്റർ ജീസസ് പ്രെയർ മനസ്സിലാക്കിയപ്പോഴാണ് ദൈവത്തിൻ്റെ ആ പരമപരിശുദ്ധി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എത്ര വിശുദ്ധനാണെങ്കിലും ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പാപത്തിൻ്റെ അവസ്ഥയാണ് കാണാൻ പറ്റുക. സോ ഈ ജീസസ് പ്രെയർ കൂടുതലായിട്ടും ദൈവത്തിനെ വലുതാക്കുകയും എൻ്റെ ഉള്ളിലെ പാപാവസ്ഥേനെ ബോധ്യപ്പെടുത്തി തരുന്നതായിട്ടും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നില്ലേ, വെൻ സംതിങ് ഗോസ് റോങ്, എന്തെങ്കിലും ഒരു പെശകുണ്ടെന്ന് കണ്ട അപ്പം തന്നെ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മളെല്ലാ ലോജിക്കും യുക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് എന്നാലും ഞാനൊന്നും പാപം ചെയ്തിട്ടില്ലല്ലോ, അവളല്ലേ ചെയ്ത്, അവനല്ലേ ചെയ്ത്, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസും ജസ്റ്റിഫിക്കേഷനും ന്യായീകരണവും ഒക്കെ ഇങ്ങനെ നടത്തും തോറും നമ്മുടെ പ്രശ്നം കൂടുകയുള്ളൂ. അപ്പോൾ നമുക്കോ നമ്മുടെ ചുറ്റുള്ള ആർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലാർക്കെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയാണ് തെറ്റിപ്പോയേ, എൻ്റെ എന്തോ ഒരു തെറ്റുണ്ടാവുമല്ലോ, ചിലപ്പോൾ തെറ്റൊന്നും അറിയില്ല എവിടെയാണ്, ഞാൻ പാപിയാണ്, ഐ എം എ സിന്നർ, കർത്താവെ കരുണയായിരിക്കണേ എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ ഒരു വെളിച്ചം കിട്ടും എനിക്ക് എവിടെയാണ് തെറ്റിയെന്ന്. അപ്പോൾ ആദ്യം തന്നെ അക്നോളജ് ചെയ്യണം, എനിക്ക് എവിടെയോ തെറ്റിയല്ലോ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എപ്പോഴും എന്താ ടെൻഡൻസി, മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടാൻ, ഹി നോട്ട് ഐ, ഞാനല്ല, ഞാൻ ഒഴിച്ച് വേറെ ആരെങ്കിലും എന്ന് പറയുന്ന ടെൻഡൻസിയാണ്. അപ്പോൾ എന്തായി, നമ്മുടെ ഹാർട്ട് കൂടുതൽ ഹാർഡായി, നമ്മൾക്ക് പിന്നെ കൂടുതൽ അസ്വസ്ഥതയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കോ നമ്മുടെ ചുറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ജീസസ് പ്രെയർ ഒന്നും ചെയ്യില്ല. യേശു ക്രിസ്തു കർത്താവേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ, ഞാൻ പാപിയാണല്ലോ, ഞാൻ പാപം മാത്രമേ ചെയ്യാൻ വഴിയുള്ളല്ലോ, എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടെങ്കിൽ കൃപയാണ് അധ്വാനിക്കുന്നത്. അപ്പോൾ പാപിയാണ് കരുണയായിരിക്കണേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം കിട്ടും, എവിടെ ഞാൻ ശരിക്കും തെറ്റിപ്പോയേ. അപ്പോൾ അതിനെപ്പറ്റി അനുദപിച്ച് കുമ്പസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെനൻസ് എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. ഈ പെശകായ കാര്യങ്ങൾ അൺപെശകായിട്ട് മാറുന്നത് കാണാൻ പറ്റും, അസ്വസ്ഥതകൾ മാറുന്നത് കാണാൻ പറ്റും, അവിടെ ഒരു ഡെലിവറൻസ് നടക്കാൻ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സ്. അപ്പോൾ ജീസസ് പ്രെയർ, യേശു പ്രാർത്ഥന നിങ്ങൾക്കും ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും? സോ ജീസസ് പ്രെയർ അല്ലെങ്കിൽ യേശു പ്രാർത്ഥനയുടെ ശക്തിയും അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ എല്ലാ ദാനങ്ങളും അഡ്വാൻറ്റേജസ് ഉപകാരമൊക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രാർത്ഥന സഹായം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്നുകൂടി പ്രാർത്ഥിച്ചിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ ആൾക്കാരിലേക്ക് പരക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Yes or no? Yes. Rain the holy ruach, Lord, Reign forevermore. We rise, we alone, Holy Ghost to be right. If I walk in the darkness, knowing